ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. റെസിപ്പിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ നമ്മളെ ആ 4 മണീൻ്റെ അലാറാണ് നിങ്ങൾ കേട്ടത് വെളുപ്പിനുള്ള. അപ്പോൾ ഇത് കണ്ട് ഞാൻ എണീക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ഉഷാറായിട്ട് ഉണ്ടല്ലോ എന്ന് അല്ല കേട്ടോ. നല്ല മടിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു 4 മണിക്ക് എണീക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എനർജി തരുന്ന എണീറ്റാൽ കേട്ടോ ഭയങ്കര ഉഷാറുള്ള ഭയങ്കര എനർജി ഉള്ള ഒരു ദിവസമായിരിക്കും കേട്ടോ അന്നത്തെ ദിവസം. എണീറ്റിട്ടില്ലെങ്കിൽ അന്നൊരു മൂഡ് ഓഫും കാര്യങ്ങളും എല്ലാം ആയിരിക്കും കേട്ടോ. ആ ഒരു ദിവസം മുഴുവൻ എനിക്ക് പോക്കായിരിക്കും. അപ്പം മാക്സിമം ഞാനിത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. ആ ഒരു സമയം തന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാനും നേരത്തെ തന്നെ രാവിലെ എണീറ്റാൽ നമുക്ക് നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രീ ആവാനും നമ്മളെ ജോലികളാണെങ്കിലും അതുപോലെ തന്നെ നമ്മളതായിട്ടുള്ള വർക്കും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും കുറേ ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. മാത്രമല്ല ഏറ്റവും ഫസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ നമസ്കാരവും കാര്യങ്ങളും ഒക്കെ കേട്ടോ. ഞാൻ അതിനു വേണ്ടിയാണ് രാവിലെ 4 മണിക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 4 മണിക്ക് അലാറം വെച്ചിട്ട് എണീക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ടോ അങ്ങനെയൊന്നും ഒരാഴ്ച കൊണ്ടോ ഒന്നും ആക്കിയെടുത്ത ഒരു ഹാബിറ്റ് അല്ല കേട്ടോ. കാര്യം ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. ആദ്യമൊക്കെ നല്ല മടിയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 4 മണിക്കെന്ന് പറയുമ്പോൾ നമുക്ക് തഹജ്ജുദും സുബയും നമുക്ക് ഓതാനും നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മളതായിട്ടുള്ള ഒരുപാട് ടൈം നമുക്ക് കിട്ടും. നമ്മൾ ആവശ്യങ്ങളൊക്കെ പറയാനും എല്ലാം ഉള്ള നമ്മളൊരു ഫ്രീ മൈൻഡാക്കാനും ഒക്കെ ഉള്ള നമുക്ക് സമയം നല്ലൊരു സമയം നമുക്ക് രാവിലെ കിട്ടും. അതായത് എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷ് ആയാലും കാര്യങ്ങൾക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്നെ സഹായിച്ച കുറച്ച് എൻ്റെ ചിന്തകളുണ്ട് കേട്ടോ. അതൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണത്. രാവിലെ എത്ര വൈകി എണീറ്റാലും ശരി വൈകി കിടന്നാലും ശരി 4 മണിക്ക് എണീക്കുക എന്നുള്ളൊരു റൊട്ടീൻ ഞാൻ ആക്കിയെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മൈൻഡിൽ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം തന്നെയാണത്. പക്ഷേ നമ്മൾ ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നമുക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം നമ്മളങ്ങ് ചെയ്യും എന്നങ്ങ് തീരുമാനിക്കണം. അത് തലേദിവസം നമ്മൾ മൈൻഡിൽ സെറ്റാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കിടക്കാം. എന്നിട്ട് അപ്പോൾ എണീക്കുമ്പോഴൊക്കെ നമുക്ക് അലാറം അടിക്കുമ്പോഴൊക്കെ നമ്മളെ ചിന്തയിലുണ്ടാകും ഒരു കുറച്ചുകൂടെ കഴിയട്ടെ, വേണ്ട, നാളെ തുടങ്ങാം, മറ്റന്നാളെ തുടങ്ങാം, അങ്ങനെ നമ്മൾ ചിന്തകളൊക്കെ മാറും. പക്ഷേ അതിന് ഇടം കൊടുക്കരുത്. നമ്മളൊന്ന് കൗണ്ട് ചെയ്യുക, 1 2 3 4 കിടന്നുകൊണ്ട് തന്നെ ഒരു 10 എണ്ണുമ്പോഴത്തേക്ക് ഞാൻ എണീക്കും. ആ മടീനെ എന്നെ വിഴുങ്ങാൻ ഞാൻ സമ്മതിക്കൂല എന്ന് മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങ് എണീക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യൂല എന്ന് വിചാരിച്ചിട്ടുള്ള മടി നമ്മളെ തോൽപ്പിക്കാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണത്. നമ്മൾ എണീക്കാതിരിക്കുന്നത് നമ്മൾ പരാജയം തന്നെയാണ്. അപ്പോൾ അതിനെ ഒരു വാശിയോടെ കണ്ടിട്ട് നമ്മളങ്ങ് എണീക്കുക. അപ്പോൾ ആ കാര്യം അവിടെ സക്സസ് ആയി. അത് രാവിലെ എണീറ്റാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നോളൂ കേട്ടോ. ഇതിപ്പോൾ റഫീക്ക നമ്മൾ രാവിലത്തെ വെള്ളം കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞാൻ ഫ്രഷ് ആയിക്ക വന്നപ്പോഴത്തേക്കും റഫീക്ക എഗ്ഗൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിക്കലും കാര്യങ്ങളൊക്കെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വലിയൊരു വിശപ്പുണ്ടാവില്ല നമുക്ക് എണീറ്റ് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കൂലേ, നട്ട്സോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനത് പറയാം കേട്ടോ, അതിനെക്കുറിച്ച് നമ്മൾ വഴിയേ പറയാം. അപ്പോൾ ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ പാസ്തയല്ലേ അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇത് വീറ്റാണ് കേട്ടോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വലിയൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് എന്തെങ്കിലും മതിയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിതാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ്, കാരണം വീറ്റാണ്. ഞാൻ പറഞ്ഞത് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും പാസ്ത അങ്ങനത്തതൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇത് ഞാൻ എന്താ പറയുക പരസ്യം പറയുന്നതൊന്നുമല്ല. ഞാൻ വാങ്ങിയപ്പോൾ നല്ലതെന്ന് തോന്നിയപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് തരുന്നതെന്ന് മാത്രം. കാര്യം കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് ഇത് ഓർഡർ ആക്കിയാൽ നല്ലതാണ് കേട്ടോ. എന്താ പറയുക വീറ്റാണ്. ഇതിൽ പിന്നെ ആർട്ടിഫിഷ്യൽ കളറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. 100% പിന്നെ വെജാണ് കേട്ടോ, വെജിറ്റേറിയനാണ്. ഹെൽത്തി സ്നാക്സും അതുപോലെ സാലഡിൻ്റെ കൂടെയൊക്കെ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ 0 കൊളസ്ട്രോൾ ആണ്. അതൊക്കെ നിങ്ങൾക്കത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ പിന്നെ കമൻറ്റൊക്കെ ആയിട്ട് കൊടുക്കാം.
ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസ് എടുത്താലും മതി. ഞാനിപ്പോൾ ചിക്കൻ ഉള്ളതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് സോയാ സോസും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്കാവും, ചെറിയ പീസല്ലേ. എന്നിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുത്തു. ഇന്ന് ഞാൻ വൈറ്റ് സോസ് പാസ്തയാണ്, പക്ഷേ മൈദ വെച്ചിട്ടല്ല കേട്ടോ. മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ വരലുണ്ട്, ലൂസ് മോഷൻ അങ്ങനത്തെ പ്രശ്നമൊക്കെ. മൈദേൻ്റെ പാസ്തയാകുമ്പോൾ ഇത് വീറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് വരലില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാല് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലവർ പച്ചവെള്ളത്തിൽ കലക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ള അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ചധികം ചേർത്ത് കൊടുത്തു. ഒറിഗാനോ കയ്യിലുള്ളത് കൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെപ്പർ അങ്ങനെ നിങ്ങളുടെ ടേസ്റ്റിന് ഇഷ്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കി വരുമ്പോഴത്തേക്കും നമ്മളെ കോൺഫ്ലവർ കഥ ഈ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. കുറച്ചുകൂടെ ക്രീമി ആക്കണമെങ്കിൽ കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളത് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്തിട്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫ്രഷ് ക്രീമൊന്നും ഉണ്ടാവില്ലല്ലോ ചില സമയത്ത് പെട്ടെന്ന്. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. കുറച്ച് പാലും കുറച്ച് കോൺഫ്ലോറൊന്നും അധികം ആവണ്ട കേട്ടോ. 2 ടീസ്പൂണൊക്കെ മതിയാവും ഇത്രയും അളവിലേക്ക്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ കുറച്ച് ബട്ടറിലോ ഓയിലോ ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ സ്വീറ്റ് കോണില്ലേ അത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ, അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ. പിന്നെ നമ്മൾ പാസ്ത ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഉപ്പും 1 ടീസ്പൂൺ ഓയിലിട്ടിട്ട് വേവിച്ചിട്ടുള്ള പാസ്തയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കാണിച്ച പാസ്തയാട്ടോ അത് ചേർത്ത് കൊടുത്തില്ല. ഈ പാസ്തയല്ലേ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നല്ലോ, നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുക. ആ ഒരു രീതിയിൽ നിങ്ങൾ വേവിച്ചെടുക്കുക. നല്ല അടിപൊളി പാസ്തയാട്ടോ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ. ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്കും അവർ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ നമുക്കിത് ചൂടോടെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും. ഗോതമ്പായതുകൊണ്ട് ഹെൽത്തിയും അല്ലേ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. കുട്ടികൾക്കാവുമ്പോൾ നിങ്ങൾ കുറച്ച് പെപ്പറോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചധികം ചില്ലി ഫ്ലേക്സും അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു. പിന്നെ ചീസ് ഞാനിപ്പോൾ ആദ്യം ചെയ്തത് ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിൽ ചെയ്തെടുക്കാം. സാധാ ഓയിൽ ആണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ചീസ് അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുണ്ടെങ്കിൽ ചേർത്തു, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നമ്മളെ പാസ്ത ഒരു ക്രീമി പാസ്തയാണ് കേട്ടോ. ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ അതിൻ്റെതാണ്. പക്ഷേ നിങ്ങളെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ നല്ല ഇഷ്ടമാവും. അവർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ കൂടും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാനിത് നിറച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രീസറിലാട്ടോ ചീസ് വെക്കൽ. അപ്പോൾ അത് എടുത്ത് വെക്കാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ ആ പാസ്ത ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചാൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കല്ല് പോലത്തെ ഫീലൊക്കെ അങ്ങ് മാറി ഒന്ന് റെഡിയായി. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ആ ചൂടിൽ തന്നെ ആ ഒരു നമ്മളെ ചീസൊക്കെ ഒന്ന് ക്രീമി ആയിട്ട് അതിലേക്ക് ഇങ്ങനെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പെട്ടെന്നൊക്കെ കഴിക്കുക. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സമയത്തില്ലേ ഒന്ന് ചൂടാക്കുന്ന സമയത്ത് കുറച്ച് ഒരു 1 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ പിന്നെയും നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്തെടുത്താൽ മതി. നേരത്തെ ആക്കി വെക്കുകയാണെങ്കിൽ. ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുത്തത് എന്താണെന്ന് വെച്ചാൽ റഫീഖ പറഞ്ഞു നമുക്ക് കുറച്ച് മാങ്ങ പറിച്ചെടുക്കാം. അത് മാങ്ങ പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക, കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കുക, നമുക്കും ആവശ്യത്തിന് കുറച്ച് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫുഡാക്കട്ടെ, എന്നിട്ട് നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് മാങ്ങയൊക്കെ ഒന്ന് പറിക്കട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ റഫീഖ മാങ്ങ പറിക്കാൻ ചെടി നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പക്ഷേ സമയമാകുമ്പോൾ പിന്നെ വേഗം അങ്ങ് കയറി കുളിച്ച് ഇറങ്ങുക കേട്ടോ ചെയ്യുക. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനോ ഒന്നും ടൈം ഉണ്ടാവില്ല. ഞാനിപ്പോൾ എന്താ പറയുക, ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം എക്സ്ട്രാ വേണമല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വേഗം ബ്രേക്ക്ഫാസ്റ്റ് എനിക്കൊരു 10 മിനിറ്റത്തെ കാര്യമാണ്. അരമണിക്കൂറുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞാനാക്കും. എനിക്ക് അതാണ് ഇഷ്ടം. ഇച്ചുള്ള കുറേ നേരം നിന്നിട്ട് കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ കുക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം, പെട്ടെന്ന് ചെയ്യാൻ. പക്ഷേ എനിക്കിങ്ങനെ വീഡിയോയും അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക, സാധാ ലൈഫിൽ ഇപ്പോൾ യൂട്യൂബൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. ഞാനത് ചെയ്യില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ആവശ്യം വരലില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യും.
പാന് വെച്ചിട്ടായിരിക്കും ഞാൻ സവാള കട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പാന് ചൂടാവുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ സവാള കട്ട് ചെയ്യും. അങ്ങനെ ഒരു ഇത് നമുക്ക് മൈൻഡിലുണ്ടെങ്കിലില്ലേ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ വേണം, അങ്ങനെ നമുക്ക് പറ്റുമെന്ന് നമുക്ക് തന്നെ തോന്നണം. അപ്പോൾ നമുക്ക് സമയം പോവാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, ആ ഒരു രീതിയിലും. പക്ഷെ അത് നമുക്കൊരു ടൈമിങ് വേണം, എന്നാൽ പെട്ടെന്ന് പറ്റും. അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അത് ഭയങ്കര ഈസിയാണ് കേട്ടോ സംഭവം. തലേ ദിവസം നമുക്ക് സമയം ചിലവഴിക്കേണ്ട, പക്ഷെ അത് നിങ്ങൾക്ക് പറ്റണം. അല്ലാത്തവർക്ക് സമയമില്ലാത്തവർക്ക് അങ്ങനത്തെവർക്കൊന്നും അത് പറ്റൂല കേട്ടോ. അപ്പോൾ എനിക്ക് യൂട്യൂബ് ഉള്ളത് കൊണ്ട് എനിക്കതൊന്നും പറ്റൂല. കാര്യം നമുക്ക് വീഡിയോ ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അത് ഇട്ടത് ശരിയാവില്ല, രണ്ടാമത് റെഡിയാക്കി എടുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആവലും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ പറിച്ചെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാനൊരു മാങ്ങ കഴിച്ചു നോക്കിയതാണ്. അടിപൊളി മധുരം കേട്ടോ, മാഷാ അല്ലാ. ഇത് എന്ത് മാങ്ങയാണെന്ന് എല്ലാവരും ചോദിക്കലുണ്ട്. ഇത് ചേലം മാങ്ങയാണ് കേട്ടോ, നമ്മളിവിടെ അങ്ങനെയാണ് പറയുക. നല്ല മധുരമാണ്, മാഷാ അല്ലാ. ഇത് നമ്മൾ വാങ്ങിയതല്ല കേട്ടോ, ഇത് ഉപ്പ എവിടുന്നോ നമ്മൾ വീട് വെച്ച സമയത്ത് മാങ്ങ കൊണ്ടുവന്നിട്ട് എന്നോട് കഴിക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ അണ്ടി വാങ്ങും കേട്ടോ ഉപ്പ. എന്നിട്ട് ഞാൻ കഴിച്ച് ഇങ്ങനെ അണ്ടി ഫുള്ളിങ്ങനെ വെള്ള കളറാക്കിയിട്ട് കൊടുക്കും. എന്നിട്ട് അത് വെണ്ണീറിൽ ഇട്ടിട്ട് ഉപ്പ മാറ്റി വെക്കും. എന്നിട്ട് അത് മുളപ്പിച്ചിട്ട് ഉപ്പ നട്ടതാണ് കേട്ടോ. അത് ഇവിടുത്തെ 1 2 3 മൂന്നല്ല 4 മാവും അങ്ങനെ ഉണ്ടാക്കിയതാണ്. അത് 4ഉം അടിപൊളിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങനെ വാങ്ങി വെക്കൂലേ ഒട്ടുമാവ്, അതാണ് ഇങ്ങനെ പൊട്ടിക്കേറി നാശമായിട്ട് പോവാം. ഈ മാങ്ങ അടിപൊളി തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഒരു കല്ല് വീഴുക അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറേ പേര് മാവിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ പറഞ്ഞത്. ഇനി നമുക്ക് രാവിലത്തെ റൊട്ടീനിലേക്ക് വരാം അല്ലേ. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളെ മൈൻഡിൽ എന്താണ് നമുക്ക് മടിയുള്ള കാര്യം, എന്താണ് നമ്മൾ ചെയ്യൂല എന്ന് വിചാരിക്കുന്നത്, അത് വാശിയോട് കൂടിയിട്ട് അങ്ങ് ചെയ്യുക. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയാവും. കാരണം നമ്മൾ എണീറ്റ പാടെ എനിക്കിങ്ങനെ പെട്ടെന്ന് ഞാനൊരു റൊട്ടീനിലേക്ക് അല്ലെങ്കിൽ ഫ്രഷ് ആവാൻ അങ്ങനെ പോകില്ല. ഒരു 2 മിനിറ്റ് എനിക്കൊരു ആലോചന ടൈമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങോട്ട് വരണം, കയറി വന്നാൽ പിന്നെ ഞാൻ ടപ്പടപ്പായ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഫ്രഷ് ആവലായി കാര്യങ്ങളായി അങ്ങനെയൊക്കെ. അപ്പോൾ എണീറ്റ് കുറച്ച് വെള്ളം കുടിച്ച് ആ ഒരു ആലോചന സമയം അവിടെ കഴിയും. എന്നിട്ട് പിന്നെ ഫ്രഷ് ആവൽ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് നമസ്കാരം കാര്യങ്ങളും അത്രയും നമുക്ക് സമയം കിട്ടും. ഓതാനും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈൻഡ് ഫ്രീ ആക്കാനുമുള്ള സമയമൊക്കെ കിട്ടും. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ കുളിയും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങുള്ളൂ കേട്ടോ. അധികവും എൻ്റെ റൊട്ടീൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെന്നും ഞാനിതുപോലെ ഇങ്ങനെ ഭയങ്കര ഡീസൻ്റായിട്ട് ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യുന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ നല്ല മടി എനിക്കുമുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു പോസിറ്റീവും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടില്ല, എനിക്കിഷ്ടമാണ് രാവിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തുടങ്ങാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകാനും നല്ലൊരു മോർണിംഗ് അല്ലെങ്കിൽ നല്ലൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. അതിലുപരി റഫീഖയ്ക്ക് ഇഷ്ടമാണ് നമ്മൾ രാവിലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഫ്രഷായിട്ട് നിൽക്കുന്നതും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ റംബുട്ടാനും കൂടെ ഒന്ന് കാണിച്ചു തരാനേ ചിലപ്പം പറ്റുള്ളൂ. കാരണം ഇതിലായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുരങ്ങന്മാർ നമുക്ക് തരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം റഫീഖ നെറ്റ് ഇടണം എന്ന് പറയുന്നുണ്ട്. കാരണം നെറ്റ് ഇടുമ്പോൾ കണ്ടോ, ഇതാണ് ബുദ്ധിമുട്ട്. റോട്ടിലേക്കാണ് പകുതിയും. കാരണം തെങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിലുള്ളത് കൊണ്ട് ആ ഒരു മരം ഫുള്ളായിട്ട് വെയിലിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം അതുകൊണ്ട് പകുതി റോട്ടിലും പകുതി അപ്പുറത്തെ പറമ്പിലും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അവരുടെ വീടിൻ്റെ ഭാഗത്തൊക്കെയാണുള്ളത്. അപ്പോൾ നെറ്റ് ഇടലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇപ്രാവശ്യം നെറ്റ് ഇടണം എന്ന് പറയുന്നുണ്ട്. മാഷാ അല്ലാ, അത് കണ്ടാ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കായിട്ടിട്ടുണ്ട് കേട്ടോ. എത്ര എണ്ണം കിട്ടുമെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വീഡിയോ എടുക്കാൻ പോലും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് നിന്നപ്പോഴത്തേക്കും കുരങ്ങന്മാർ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അരി വരില്ലേ, ആ ഒരു സമയത്ത് തന്നെ പൊട്ടിച്ച് കഴിച്ച് കംപ്ലീറ്റ് തീർത്തിട്ട് പോയി. പിന്നെ കുറച്ച് കുട്ടികളും അങ്ങനെ നമുക്ക് കിട്ടൂല. കാരണം നമ്മളെ വീടും ഇതുമായിട്ട് കണ്ടോ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മളകത്തേ ഇരിക്കുമല്ലോ, പുറത്ത് എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് ബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും പറിച്ചു പോകുന്നതോ ഒന്നും കാണാൻ വേണ്ടി കഴിയില്ല. ആരെങ്കിലുമൊക്കെ ഇതാ കുരങ്ങ് അല്ലെങ്കിൽ ഇതാ പറിച്ചു കൊണ്ടുവന്നതെന്ന് പറയുമ്പോഴേ നമ്മൾ കാണുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, റോട്ടിലേക്ക് വന്ന് കിടക്കുന്നതുമല്ലേ, അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഉള്ളിലൊന്നുണ്ട് കേട്ടോ. അതാണെങ്കിൽ തെങ്ങിൻ്റെയും എല്ലാത്തിൻ്റെയും ഇടയിൽ പെട്ടിട്ട് കായ്ക്കൽ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ റഫീഖ കുറച്ചൊക്കെ പറിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ മാവിൻ്റെ ഈ റോട്ടിലേക്ക് നിൽക്കുന്ന അതില്ലേ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുപ്പി കെട്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാൾ വന്നിട്ടുണ്ട്. സക്സസ്. ഒന്നല്ലേ 2 ഉള്ളൂ.
ഓരോന്ന് കുറച്ചാൽ മതിടോ. ഒരു പൊട്ടിയതുണ്ടേ, അത് കഴിയുമ്പോൾ തന്നെ വെച്ചോ. ഇതുണ്ടോ നോക്ക്, ഒരു കിളി കുത്തിയതല്ല, പൊട്ടിയതാ. കിളികൾ അടിച്ചോളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചോട്ടാ. ഇനി അതെല്ലാവർക്കും ഒന്ന് കൊണ്ടു കൊടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ രാവിലെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി നല്ല ഫ്രഷായിട്ട് തുടങ്ങുകയാണെങ്കിൽ എനിക്കൊരു ഫീൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കുളിച്ച് ആ ഒരു ഫ്രഷ് ഡ്രസ്സൊക്കെ, പുതിയ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട്, ഫ്രഷ് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അല്ലേ എൻ്റെ ഡേ അടിപൊളിയായാൽ എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ, അങ്ങനെ പോസിറ്റീവ് മൈൻഡ് എനിക്ക് വരലുണ്ട് കേട്ടോ. ഒരു എനർജി എനിക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അതോടുകൂടി കഴിയും. നല്ലൊരു ഭാഗം, കാരണം സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ, രാവിലത്തെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ആ ഒരു സമയം കൊണ്ട് കഴിയും. പിന്നെ നമ്മൾക്ക് കുക്കിംഗ് കാര്യങ്ങൾ, നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയാൽ മതി. പിന്നെ രാത്രിയല്ലേ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ പിന്നീട് അതങ്ങനെ. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് രാവിലെ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല കുറച്ചൊന്ന് നമ്മൾ ഇതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫുൾ ഡേ നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റലുണ്ട് കേട്ടോ. അല്ലാത്ത ദിവസം ഉണ്ടാവലുണ്ട് ഞാൻ അങ്ങനെ ഒരു വൈകി എണീക്കുന്ന ആ ഒരു റൊട്ടീന് പിന്നീട് ചെയ്യുക. പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു റൊട്ടീൻ. അപ്പോൾ അങ്ങനെ മാങ്ങ പറിക്കലും കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അകത്തേക്ക് കയറട്ടെ. പ്രഫിക്കാൻ പോകാനായി തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും വേഗം ഒന്ന് അടിക്കട്ടെ. അപ്പം അതിനിടയിൽ നിശ ആ കൊട്ടയില്ലേ അത് കൊണ്ടുത്തന്നതാണ് കേട്ടോ, നമ്മൾ മാങ്ങ കൊടുത്തേ. അപ്പം അതിൻ്റെ ശേഷം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയി. പിന്നെ അങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരമാണ്. അപ്പോൾ വൈകുന്നേരം റഫീഖക്ക് പഴംപൊരി തിന്നാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. പഴം ഇവിടെ കൊണ്ടുവന്ന ഒരു രക്ഷയില്ല കേട്ടോ. പഴം നിറച്ചത്, പഴംപൊരി, ഇത് ഇത്രേ പറയുള്ളൂ കേട്ടോ. കട്ട്ലറ്റ്, ചിക്കൻ റോള് അങ്ങോട്ടേക്ക് ഒന്നും പറയൂല. അപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചാൽ ഞാൻ മാവ് കുഴച്ച് തരാം, അല്ലെങ്കിൽ ഞാൻ പഴം മുറിച്ച് തരാം, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പം ഞാൻ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പ്രഫിക്ക് ഉണ്ട് കൂടെ. അപ്പോൾ ഇതാ മൈദ എടുത്തു, കുറച്ച് പഞ്ചസാര ഇട്ടു, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലേ, അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ മിക്സീൻ്റെ ജാറിൽ മൈദ മാത്രം, മൈദയും പഞ്ചസാരയും ഉപ്പും കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ അടിച്ചിട്ട് അങ്ങനെയും ചെയ്യലുണ്ട്. നല്ല പഴംപൊരി തന്നെ കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര പൊങ്ങിയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ആ ഒരു പഴംപൊരി ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ഇങ്ങനെ എന്താ പറയുക തടിയനായിട്ടുള്ള പുറം ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ഇങ്ങനെ ആരെടുത്തിട്ടുള്ള പഴംപൊരിയില്ലേ, അത് ഉണ്ടാക്കലുണ്ട് കേട്ടോ, ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ അത് വല്ലപ്പോഴും ഉണ്ടാക്കലുള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കൽ ഒന്നും മൈദ മാത്രം ചേർത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് അങ്ങനെ എടുക്കാനുണ്ട് കേട്ടോ. ടൈറ്റായിട്ട് മൈദ കുഴച്ചിട്ട് അങ്ങനെ അടിച്ചിട്ടെടുത്താൽ നല്ല പഴംപൊരി നമുക്ക് കിട്ടുക. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു രീതിയിലാണ് ആക്കിയെടുക്കുന്നത്. റഫീഖ അവിടെ പഴം കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പം ഞാനിതാ ഓയിലൊക്കെ ഒന്ന് പാനിലേക്ക് ഒഴിച്ച് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇത് ആൾ നല്ല ഇൻട്രസ്റ്റിൽ ചെയ്യുന്നതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനൊക്കെ. അപ്പോൾ ഇതാ ഓരോ പഴവും നല്ല കറക്റ്റ് സെൻറ്റിമീറ്ററും എല്ലാം നോക്കിയിട്ട് അളന്ന് കറക്റ്റാക്കിയിട്ട് മുറിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ പഴം അരിയാൻ കഴിയാനിട്ടൊന്നല്ല, നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ മടി ഉണ്ടായിട്ടും അല്ല. പക്ഷെ അതൊരു രസമല്ലേ, നമ്മുടെ കൂടെ അവരും കൂടെ ഉണ്ടാകുമ്പം എന്തെങ്കിലും ഒന്ന് എടുത്തു തരികയെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും വേണ്ട കൂടെ ഒന്ന് ഇങ്ങനെ വർത്താനം പറയുകയെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ രസമല്ലേ. അപ്പോൾ നമുക്കൊരു കുക്കിംഗ് ഈസി ആയിട്ടും ഒരു ഇഷ്ടം തോന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഞാൻ കട്ട് ചെയ്യിപ്പിച്ചതാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോൺ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകും കേട്ടോ. ഫോൺ വന്നുകൊണ്ടേയിരിക്കും, അത് വേറെ കാര്യം.
അപ്പോൾ ഇതാ നമ്മൾ പഴമൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഴംപൊരി റെഡിയാക്കട്ടെ. ചില ദിവസം എനിക്ക് എപ്പോഴും ഇഷ്ടമല്ല, ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റം ഒന്നുമല്ല പഴംപൊരി, പക്ഷെ ചില ദിവസം ഇഷ്ടമാണ് കേട്ടോ. ഒന്നാകുമ്പോൾ നമ്മളുണ്ടാക്കി നമ്മൾ കഴിക്കുകയല്ലേ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അധികം ഇഷ്ടപ്പെടില്ല. പിന്നെ എനിക്കിഷ്ടം ഏട്ടത്തിൻ്റെ വീട്ടിൽ ചുണ്ടയിൽ പോയാൽ ഊളുണ്ടാക്കൂട്ടോ, നല്ല അടിപൊളി പഴംപൊരിയാണ്. ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന പഴംപൊരി, അത് അടിപൊളിയാണ്. ആ പഴംപൊരിയും ബീഫും നല്ല ടേസ്റ്റാട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അറിയാതെ ഉണ്ടാക്കി തരുന്ന പഴംപൊരി ഇല്ലേ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കൂടുതൽ ഇഷ്ടം എന്നല്ല, കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെയല്ലേ. വേറൊരാൾ ഉണ്ടാക്കി തരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കില്ല, അപ്പം അങ്ങനെ കുറേ കഴിക്കൂട്ടോ. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാകുമ്പോൾ അങ്ങനെ 1-2 അങ്ങനെ കഴിക്കുള്ളൂ. പിന്നെ എപ്പോഴും നമ്മളങ്ങനെ സ്നാക്സ് ഉണ്ടാക്കി എടുക്കാറുമില്ല കേട്ടോ. ഇതുപോലെ റഫീഖ ഉണ്ടാകുന്ന ദിവസം അങ്ങനെയൊക്കെ സ്നാക്സ് ഉണ്ടാക്കാറുള്ളൂ. ഇപ്പോൾ റഫീഖ ഫ്രീ ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രസമല്ലേ വൈകുന്നേരത്തെ ഒരു ചായ കുടിയും കാര്യങ്ങളൊക്കെ. അത് ഇഷ്ടമുള്ള ആളാകുമ്പോൾ നല്ല രസമല്ലേ. നേരെ തിരിച്ചാട്ടോ, ഇവിടെ റഫീഖയ്ക്ക് വൈകുന്നേരം എന്നും സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് വല്ലാതെ മൈൻഡാക്കലില്ല, അത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കലില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും, അങ്ങനെയാണ്. പക്ഷെ എൻ്റെ അടുത്തിൻ്റെ ഭർത്താവ് അളിയൻ അങ്ങനെയല്ല കേട്ടോ, ഇഷ്ടമല്ല. വൈകുന്നേരം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ. ഇവിടെയൊക്കെ വന്നാലും എന്താ ഉണ്ടാക്കണ്ടേ വൈകുന്നേരത്തേക്കെന്ന് ചോദിക്കട്ടോ. എന്നിട്ട് ഞങ്ങൾ പറയും ഈ ഒന്നിങ്ങോട്ട് വന്നാൽ മിണ്ടാണ്ടിരിക്കുക, കുറച്ച് സമയം ഇരിക്കുക, വർത്താനം പറയാമെന്ന്. കാരണം അതുണ്ടാക്കിയാൽ അത് കഴുകാൻ പോകണം, പിന്നെ അതുണ്ടാക്കാൻ പോകണം, അത് മിണ്ടാണ്ടിരിക്കുമെന്ന് പറയട്ടോ ഞങ്ങൾ. അപ്പോൾ അത് ഞങ്ങൾ തല്ലിക്കെടുത്തും, ഞാനും പൂമോളും കൂടെ. അപ്പോൾ പറഞ്ഞു തന്നത് അളിയൻക്ക് ഇഷ്ടമല്ല വൈകുന്നേരം. എന്തിനാ അത് നോക്കും, എന്തിനാണ് ഉണ്ടാക്കുന്നത്, വേണ്ടാന്ന് പറയും. അപ്പോൾ നേരെ തിരിച്ചാട്ടോ, റഫീഖയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ പിന്നെ കഴിക്കുമല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഉണ്ടാക്കാൻ എനിക്കിഷ്ടമല്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയൊന്നും കുടിക്കാത്ത പഴംപൊരി ആട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ കാണാൻ ലുക്ക് നോക്കണ്ട, നമ്മളിങ്ങനെ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും, അതായത് അപ്പക്കാരും കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് പിന്നെ കുഴച്ച് വെച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാം. അല്ലാണ്ട് നമുക്ക് വലിയതൊന്നും ഇല്ലാത്ത എന്നാൽ നല്ല ടേസ്റ്റുള്ള പഴംപൊരിയും ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുഴച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ, അപ്പം തന്നെ ആക്കിയിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കുക ചെയ്യുന്നത്. എണ്ണ ചൂടാവുന്നൊരു ടൈം അത്രയും ഞാൻ വെച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ നല്ല നാടൻ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. റഫീഖ അപ്പുറത്ത് കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ബാങ്ക് കൊടുക്കാനൊക്കെ ഏകദേശം ആവാനായിട്ടുണ്ട്. അപ്പോൾ റഫീഖ പള്ളിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചായ കുടിക്കണം, മഗ്‌രിബിന് മുമ്പ് കുടിക്കണം കേട്ടോ. നമുക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, മഗ്‌രിബ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മുന്നത്തെ നിശൻ്റെ വീട്ടിലൊക്കെ അവർ മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് ചായ കുടിക്കുക. അപ്പോൾ അങ്ങനെ കുടിച്ചാൽ നമുക്ക് രാത്രിയിലത്തെ ഫുഡ് പിന്നെയും വൈകൂലേ, നമുക്ക് അങ്ങനെ പറ്റില്ല, പിന്നെ എനിക്ക് ഒന്നും വേണ്ടി വരില്ല അങ്ങനെ. അപ്പോൾ ഞാൻ അങ്ങനെ വേഗം ആക്കട്ടെ എന്ന് ചോദിച്ചു റഫീഖ അപ്പുറത്ത് ചായയും വെച്ചു. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമ്മൾ കട്ടൻ ചായയും പഴംപൊരിയും കഴിക്കട്ടെ. ഈടായിട്ട് തണുപ്പൊക്കെ വന്നപ്പോൾ മഴയൊക്കെ പെയ്ത് ഇപ്പോൾ 2 ദിവസമായിട്ട് കുറവുണ്ട് കേട്ടോ മഴയ്ക്ക്. അങ്ങനെയൊക്കെ ആയപ്പോൾ കട്ടൻ ചായൻ്റെ പുറകൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് മധുരമാണ്, ചിലപ്പോൾ മധുരമില്ല, എന്നാലും ചായ കൂടി കുറച്ച് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് നല്ല തണുപ്പാണല്ലോ, മഴ അങ്ങ് പെയ്തു തുടങ്ങിയാൽ പിന്നെ തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ട്. ഒരു പുതിയ റൊട്ടീനും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ വരുത്തണം എന്നുണ്ട്. ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര വരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പറിച്ച മാങ്ങയല്ലേ, പറിച്ച മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അത് പൾപ്പാക്കിയിട്ട് നമുക്ക് ജാമായിട്ടോ ദോശേൻ്റെ മുകളിലൊക്കെ സ്പ്രെഡാക്കാൻ, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ സ്പ്രെഡാക്കിയിട്ട് ജാമ് പോലെ. ഇനിയിപ്പം അല്ലെങ്കിൽ നമുക്ക് ഞാൻ പായസം ഉണ്ടാക്കിയില്ലേ പെരുന്നാളിന്, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് മാങ്ങയില്ലാത്ത സമയത്ത് മാമ്പഴത്തിൻ്റെ പായസം ഉണ്ടാക്കിയ ഒന്നാലോചിച്ച് നോക്കുക, അടിപൊളിയല്ലേ. അപ്പോൾ അങ്ങനെ കാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ ചെയ്യുന്ന സമയത്ത്. കാര്യം നമുക്ക് മാങ്ങയില്ലാത്ത സമയത്ത് അതൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ജ്യൂസിനും ഷേക്കിനും ഒക്കെ നമുക്ക് മാങ്ങ റെഡിയാക്കി വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്കിപ്പോൾ കടയിൽ നിന്ന് നല്ല മധുരമുള്ള മല്ലിക മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കമൻറ്റും റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരാം. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം നോക്കിയിട്ട് റിപ്ലൈ ഒക്കെ തരുന്നതാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ തന്നെയാണ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്കും എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.